ഇത് കിട്ടിയില്ലല്ലോ, എനിക്ക് വെറുതെ കിട്ടിയില്ലല്ലോ, എനിക്ക് ആ വസിയത്തിന് കിട്ടിയിട്ടില്ലല്ലോ, എൻ്റെ ഓഹരി എവിടെ? നമുക്കെന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാനായോ? അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. അതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂരി വഅശ്റാഫഹാ വയക്റഫു സഫാസിഫഹാ. അല്ലാഹുവിന് ഇഷ്ടമാണ് മആലിയൽ ഉമൂർ, കാര്യങ്ങളിൽ ഏറ്റവും മേന്മയുള്ള കാര്യങ്ങൾ. നിസ്സാരമായ ചെറിയ കാര്യങ്ങൾക്കല്ല നമ്മൾ നോക്കേണ്ടത്, നല്ല സ്റ്റാൻഡേർഡുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. മആലിയൽ ഉമൂർ ഇന്നല്ലാഹ യുഹിബ്ബു, അല്ലാഹുവിന് ഇഷ്ടമാണ്, അല്ലാഹു ഇഷ്ടമാണ് മആലിയൽ ഉമൂർ, കാര്യങ്ങളിൽ ഏറ്റവും മേന്മയുള്ള കാര്യങ്ങൾ, അന്തസ്സുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. നിസ്സാരമായ കാര്യങ്ങൾ അല്ല, നമ്മൾ അതിക്കും മീതെ വളരെ വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഒരു മഹല്ല് സംവിധാനം എന്ന് പറയുന്ന ചെറുതല്ല. പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ മസ്ജിദിന്റെ ഒരു കമ്മിറ്റി, ജമാഅത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് വെറുതെ കണക്ക് വായിച്ച് ഉസ്താദുമാരുടെ ശമ്പളം കൊടുത്ത് അവരെ പിരിച്ചുവിടാനുള്ളതല്ല. അല്ലെങ്കിൽ പള്ളിൻ്റെ മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ടോ അത് ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടി അതൊക്കെ ചെയ്യണം, ശരിയാണ്. പക്ഷേ ആ മഹല്ലിന്റെ നന്മ, ആ മഹല്ലിലെ ജനങ്ങളുടെ നന്മ, അവർക്ക് ഇൽമ പഠിക്കാൻ അവസരമുണ്ടോ, അവരിൽ പ്രായമുള്ളവർക്ക് ഖുർആൻ ഓതാൻ കഴിയാത്തവർക്ക് ഓതാനൊരു ക്ലാസ് ഒരു ഉസ്താദിനെ വിളിച്ചുകൊണ്ടുവന്ന് ദാ മഹല്ലതിന് ശമ്പളം കൊടുക്കുന്നു. ഉസ്താദന്മാർക്ക് കൃത്യമായും ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു. ഉസ്താദുമാർ കൃത്യമായി ജോലി ചെയ്യുന്നു, അത് പരിശോധിക്കുന്നു, അവർക്ക് വേണ്ട അവസരങ്ങൾ കൊടുക്കുന്നു. ഉസ്താദുമാർക്ക് ഒരിക്കലും നാട്ടുകാരോട് ചെന്നൊരു കുഞ്ഞിനെ കെട്ടിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് യാചിക്കേണ്ട അവസ്ഥ വരുത്താതെ ന്യായമായ ശമ്പളം അവർക്ക് കൊടുക്കുന്നു. മദ്രസ 2-3 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ പൂട്ടിയിടല്ലേ, അവിടെ സ്ത്രീകൾക്ക് ക്ലാസ് കൊടുക്കാം. ഹയർ സെക്കൻഡറി കഴിഞ്ഞവർ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ, കല്യാണത്തിന് പോകുന്നവർ, പ്രീ മാരിറ്റൽ കോഴ്സുകൾ, ഡി അഡിക്ഷൻ ഉപദേശങ്ങൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ, കരിയർ ഗൈഡൻസ്, ഇതൊക്കെ നമ്മുടെ മദ്രസ സംവിധാനം ഉപയോഗിച്ചൂടെ? നമ്മുടെ സ്ഥാപനം പൂട്ടിക്കിടക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പൂട്ടി, ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ മദ്രസ പിന്നെ പൂട്ടിക്കിടക്കുകയാണ്. അത് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഈവനിങ് ക്ലാസ്സുകൾ. നമ്മുടെ മസ്ജിദുകൾ, ഒരു ഹിഫ്ള് എന്ന് പറയുമ്പോഴേക്കും ഹിഫ്ളുൽ ഖുർആൻ കോളേജ് വേണ്ടെന്ന് ആലോചിക്കുക. നമ്മുടെ മസ്ജിദ് പോരെ, പള്ളി പോരെ? പള്ളി എത്ര വലിയ സംവിധാനമാണ്. 5 നേരത്തെ വക്ത് കഴിഞ്ഞ് പൂട്ടിടാനാണോ? അവിടെ ദർസ് ഉണ്ടാവട്ടെ, അവിടെ മുതഅല്ലിമീങ്ങൾ പഠിക്കട്ടെ, ഹാഫിളീങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാ നിലക്കും മആലിയൽ ഉമൂർ, മാതൃകാപരമായ സംവിധാനങ്ങൾ ചെയ്യുക. ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു മആലിയൽ ഉമൂരി വഅശ്റാഫഹാ വയക്റഹു സഫാസിഫഹാ. നിസ്സാരമായ പ്രവർത്തനങ്ങൾ, യോഗ്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ, ന്യായമല്ലാത്തത്, അല്ലെങ്കിൽ തരം താഴ്ന്നത്, ഇത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹുവിന് ഇഷ്ടം ഏറ്റവും മേന്മയേറിയ പ്രവർത്തനങ്ങളാണ്. അതിനാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്. വിശുദ്ധ നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് യാചിക്കരുത് എന്ന് പോലും നബി തങ്ങൾ പറയാൻ കാരണം. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ, താഴെ നിൽക്കുന്ന കൈയിനേക്കാളും ഖൈർ അൽ യദുൽ ഉൽയാ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ഹദീസ് നിങ്ങൾക്ക് മനപ്പാടാക്കാൻ പറ്റിയാൽ ഈ ഹദീസ് പഠിച്ച പോരെ. അൽ യദുൽ ഉൽയാ ഖൈറുൻ മിനൽ യദിസ് സുഫ്ലാ. പറഞ്ഞു നോക്കി, അൽ യദുൽ ഉൽയാ, നിങ്ങൾ പറയുന്നില്ലേ? അൽ യദുൽ ഉൽയാ ഖൈറുൻ മിനൽ യദിസ് സുഫ്ലാ. യദ് എന്ന് പറഞ്ഞാൽ കൈ, അൽ യദുൽ ഉൽയാ മേലെ നിൽക്കുന്ന കൈ, ഖൈറുൻ മിനൽ യദിസ് സുഫ്ലാ. ഒരു ഹദീസ് പഠിച്ചു, അൽഹംദുലില്ലാഹ്. മേലെ നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈയിനേക്കാളും നല്ലത്. എന്നിട്ട് പറയുമായിരുന്നു, ലാ തസാലുൽ മസ്അലതു ബിഅഹദികും. ചില ആളുകൾ ലജ്ജയില്ലാതെ അവർ യാചന നടത്തും, ഹത്താ യൽഖല്ലാഹ തആല. അങ്ങനെ പരലോകത്തേക്ക് വരുമ്പോൾ വലൈസ ഫീ വജിഹി മുസ്അതു ലഹ്മിൻ, ഇറച്ചിയുടെ മാംസത്തിന്റെ ഒരു തരി പോലും മുഖത്തുണ്ടാവില്ല. മുഖമാകെ ഉണങ്ങി വരണ്ടിരിക്കും ചില ആളുകളുടേത്. ആർക്കാന്നറിയോ? വെറുതെ യാചിച്ച് നടക്കുന്ന ആളുകൾ. എൻ്റെ സുഹൃത്തൊരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരാൾ വന്നു, കടം കയറിയിട്ടുണ്ട്, ആ കടം വിട്ടാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. എന്തേ കടന്ന് ചോദിച്ചു. ഞാനൊരു 4 റൂം ക്വാർട്ടേഴ്സ് ഉണ്ടാക്കിയതിന് അതിന് കുറച്ച് പൈസ കടമുണ്ട്, അത് വീട്ടാൻ വേണ്ടി വന്നതാണ്. യാ അല്ലാഹ്,
ഞാൻ മൂക്കത്ത് വിരലച്ച് ചോദിച്ചു, ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ കൂട്ടിക്കൊണ്ടുപോയി ചോദിച്ചു, നിങ്ങളുടെ കടം എങ്ങനെ വന്നതാണ്? അപ്പോൾ പറഞ്ഞു, ജോലിയൊക്കെ ഉണ്ട്, പള്ളിയിൽ മദ്രസയിലൊക്കെ ജോലിയൊക്കെ ചെയ്തൊക്കെ റാഹത്തായി ഉഷാറായി പോവാ. അപ്പം ഞാൻ ക്വാർട്ടേഴ്സ് ഉണ്ടാക്കിയിരുന്നു, നാല് ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യം, അതിലൊരു ₹1 കോടി ഇപ്പോൾ കടമുണ്ട്. ഇതൊക്കെ കട മനുഷ്യന്മാർ പറയാൻ പറ്റുമോ? ഇതൊക്കെ لا يزال المسألة بأحدكم لا تزال المسألة بأحدكم. ചില ആളുകൾ ഇങ്ങനെ യാചിച്ചു കൊണ്ടിരിക്കും. മരിച്ചുകൊണ്ടേ, മരിച്ചു പോകുമ്പോ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ വലൈസ ഫീ വജീഹി മുസ്അതു ലഹ്മിൻ, ഒരു മാംസത്തിന്റെ തരി പോലും മുഖത്തുണ്ടാവില്ല. മുഖമാകെ സ്കള്ളായിരിക്കും, വെറും എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തേ? മുഖത്തെ എല്ലാ ഐശ്വര്യവും പോയിട്ടുണ്ടാവും. മനുഷ്യന്മാരോട് യാചിച്ചാൽ ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ആളാണ്. എന്നിട്ട് യാചന നടത്തിയതിൻ്റെ പേരിൽ നബി തങ്ങൾ പറയാം, നിങ്ങളിത് ചെയ്യരുത്, നിങ്ങൾ യാചിക്കുന്നവരാവരുത്. മൻ സഅലന്നാസ വലഹു മാ യുഗ്നീ, ജീവിക്കാൻ അവസരവും ജീവിക്കാൻ സൗകര്യവും സമ്പത്തും ജോലിയും കച്ചവടമോ ശമ്പളമോ ഉണ്ടായിരിക്കെ ജനങ്ങളോട് യാചിക്കുന്നവർ, ജാഅ യൗമൽ ഖിയാമ വമസ്അലതുഹു ഫീ വജ്ഹിഹി ഖുമൂഷ്, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ചില ആളുകളുടെ മുഖത്താകെ വ്രണങ്ങളായിരിക്കും, മുറിവുകൾ, മാന്തിയെടുത്ത പോലെ, നഖങ്ങളെ കൊണ്ട് മാന്തിയെടുത്ത പോലെ മുഖത്ത് നിന്ന് മാംസങ്ങൾ ഇങ്ങനെ വരിഞ്ഞു പോയിട്ടുണ്ടാകും. ഖീല, അവര് ചോദിച്ചു, നബിയേ മൽ ഗിനാ യാ റസൂലല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞത്, മൻ സഅലന്നാസ വലഹു മാ യുഗ്നീ, ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ വരുമാനമുണ്ടായിരിക്കെ യാചന ചെയ്താൽ, യാചിക്കാൻ ചെന്നാൽ, ആരോടെങ്കിലും പോയി യാചിച്ചാൽ അവരുടെ മുഖത്ത് അല്ലാഹു തആല അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും ഖിയാമത്ത് നാളിൽ എന്ന് ചോദിച്ചപ്പോ, വമൽ ഗിനാ യാ റസൂലല്ലാഹ്, യാചിക്കാൻ പാടില്ല എന്നങ്ങ് പറഞ്ഞ ആ ഗിനയുടെ ഐശ്വര്യത്തിന്റെ മാനദണ്ഡം എന്താണ്? ഐശ്വര്യം ഉണ്ടായിരിക്കുക. എന്താണ് ഐശ്വര്യം എന്ന് പറഞ്ഞത് നബിയെ? അതിനൊരു ക്രൈറ്റീരിയൻ ഉണ്ടോ? അതിനൊരു അളവുകോലുണ്ടോ? എന്താണത്? ഖാല 50 ദിർഹമൻ ഔ ഖീമതുഹാ മിനൽ ദഹബി, 50 ദിർഹമോ അതിന് തത്തുല്യമായ സ്വർണമോ തന്റെ കയ്യിലുണ്ടായിരിക്കെ. 50 ദിർഹം എന്ന് പറയുന്നത്, 50 ദിർഹം എത്രയായിരിക്കും? ഇന്ത്യ റുപ്പീസ് വെച്ചാൽ 5000 രൂപ അല്ല, 10,000 അല്ലേ? അല്ല, അത്രയൊന്നും ആവില്ല. 1000 രൂപ. ഒരു ദിവസം ഒരു മനുഷ്യന്റെ കയ്യിൽ 1000 രൂപയുണ്ട്. ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കിയാൽ നമുക്കറിയാം. അതുകൊണ്ട് വല്ലാണ്ടൊന്നും കിട്ടൂല എന്നറിയാം. ഒരു ഷോപ്പിൽ പോയാൽ എന്താ അതിനുള്ളത്. എന്നാലും ഒരു ദിവസം കഷ്ടിച്ച് സർവൈവ് ചെയ്യാൻ അതുപോലെ. അങ്ങനെ ഒരു വരുമാനമുണ്ട് ഒരാൾക്ക്. 1000 രൂപയെങ്കിലും തന്റെ കയ്യിൽ ബാക്കിയുണ്ട്. എന്നിട്ട് ആളുകളോട് യാചിക്കാൻ ചെന്നാൽ, കടം വാങ്ങിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. കടം നിങ്ങൾക്ക് വാങ്ങിക്കാം. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ കടം വേണ്ടി വരും. നമ്മളെ കൊണ്ട് പറ്റിയില്ല എന്ന് വരും. ബാങ്കിന്റെയോ പലിശയുടെയോ കടത്തിലേക്ക് പോകാതെ മനുഷ്യരുമായി നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിൽ കടങ്ങൾ വാങ്ങിക്കാം, അവർക്ക് തിരിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഒരു കുഴപ്പമില്ല. നമ്മൾ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാണ്ടാകുമ്പോഴാണ് ആളുകൾ സഹായിക്കാണ്ടാവുന്നത്, സഹായിക്കാൻ മുതിരാതിരിക്കുന്നത്. അവർ കടം വാങ്ങി പിന്നെ വിധിച്ചു, പിന്നെ കൊടുത്ത ആൾക്കാർ ടെൻഷൻ, വാങ്ങിയാൽ ഒരു ടെൻഷനും ഇല്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. കടം കൊടുത്തോൻ ഉറക്കം വരുന്നില്ല, വാങ്ങിപ്പോയവൻ ചെത്തിപ്പൊളിച്ച് നടക്കുകയാണ്. ഓനൊരു പ്രശ്നമില്ല. എന്നാ എൻ്റെ പൈസ അങ്ങ് എടുക്കാൻ തന്നൂടെ എന്നങ്ങ് മുഴുവൻ ചോദിക്കണ്ട, പിന്നെ കത്തിക്കുത്താണ്. സുബ്ഹാനല്ലാഹ്. സ്വന്തം ഹക്ക് ചോദിച്ച മുതലാളി, എൻ്റെ കാശ് തിരിച്ചരാൻ സമയമായില്ലേ, നീ എന്താ തരാത്തത് എന്നൊരു കനപ്പിച്ചെന്ന് ചോദിച്ചോ, തീർന്നു. അത് കുടുംബമാണെങ്കിൽ കുടുംബ ബന്ധം മുറിഞ്ഞു, സൗഹൃദമാണെങ്കിൽ അത് ഉടഞ്ഞു, എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. അങ്ങനെ ആവരുത്. മനുഷ്യർ പരസ്പരം സഹായിക്കേണ്ടവരാണ്, പ്രാർത്ഥിക്കേണ്ടവരാണ്, പരസ്പരം കൈചേർത്ത് പിടിക്കേണ്ടവരാണ്, പരസ്പരം താങ്ങി നിൽക്കേണ്ടവരാണ്. അല്ലാഹു സഹായിക്കട്ടെ. അതുകൊണ്ട് 50 ദിർഹം നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ, ഒരു ദിവസം 1000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് യാചിക്കാൻ അവകാശമില്ല എന്ന് നമുക്ക് ഇന്നത്തെ കണക്ക് വെച്ച് ആ ഒരു ദിർഹമിന്റെ കണക്കെ നമ്മൾ വ്യാഖ്യാനിക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അന്നത്തെ 50 ദിർഹം ആയിക്കൊള്ളുന്നില്ല നമ്മുടെ ഇന്നത്തേത്. എന്നാലും ഒരു മിനിമം സർവൈവൽ ഒരു മനുഷ്യന് സാധ്യമാകുന്നത്. മൻ യതകഫലു ലീ
അല്ലാ യസ്അലന്നാസ ശൈഅൻ അതകഫലു ലഹു ബിൽ ജന്ന. ആരാണ് ജനങ്ങളോട് ഒന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് വാക്ക് തരാൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ആരോടും യാചിക്കൂല എന്ന് പറയാൻ ആരെങ്കിലും ധൈര്യമുണ്ടോ? അവർക്ക് ഞാൻ സ്വർഗം ജാമ്യം നിൽക്കാമെന്ന് പുണ്യ റസൂല് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗബാൻ റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ സുഹാബി തങ്ങളോട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ വാക്കുതരും നബിയെ, എന്ത് സംഭവിച്ചാലും പട്ടിണി കിടന്നാലും ഞാൻ ആരോടും യാചിക്കില്ല എന്ന് റസൂലുള്ളാഹി തങ്ങളോട് വാക്ക് കൊടുത്ത സുഹാബിയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് സുഹാബികൾ പറയാ, ഈ സൗബാൻ എന്നവർ ഒട്ടകപ്പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഒട്ടകത്തെ കൊട്ടുന്ന വടി ഉണ്ടാകും. ആ വടി താഴെ വീണാൽ കൂടെ അങ്ങാടിയിലൊക്കെ നടക്കുമ്പോഴേ ആ വടിയൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കാൻ സൗബാൻ എന്നവർ മടിക്കുമായിരുന്നു. മൂപ്പരന്റെ മേലെന്ന് താഴെ ഇറങ്ങി ആ വടി എടുത്തിട്ട് മേലെ കയറും. അപ്പൊ ആളുകൾ പറയും, സൗബാൻ, നിങ്ങൾക്കത് ഞങ്ങളോട് ചോദിച്ചുകൂടായിരുന്നോ? ഞങ്ങൾ എടുത്തു തരില്ലായിരുന്നോ? നിങ്ങൾ എന്തിനെ മേലെന്ന് താഴെ ഇറങ്ങിയത്? അപ്പൊ പറയും, ഞാൻ ആരോടും യാചിക്കില്ലെന്ന് നബിയോട് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു യാചനയൊന്നും അല്ല, പക്ഷേ ആ വാക്കിന്റെ പേരിൽ ഇതുപോലും ഞാൻ ആരോടും ചോദിക്കില്ല എന്നെൻ്റെ തീരുമാനമാണെന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു. എന്ത് അന്തസ്സുള്ള ജീവിതമാ ഒരു മുസ്ലിമിന്റെ ജീവിതം. പക്ഷെ ഇതിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കണേ, ഒരുപാട് മിസ്കീന്മാർ നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഫക്കീറന്മാർ, അവർ ചിലരെങ്കിലും വെറുതെ ചോദിച്ച് ആവശ്യങ്ങൾ തീർന്നാലും ചോദിച്ച്, കുട്ടിനെ കെട്ടിച്ചാലും വീണ്ടും പറയും കുട്ടിനെ കെട്ടിക്കാണ്ടെന്ന് പറയും. വല്യമ്മ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും പറയും വല്യമ്മക്ക് സുഖമല്ല. ഇങ്ങനെ പറഞ്ഞ്